അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒച്ചിന്റെ പെല്ലറ്റ് എങ്ങനെയാണ് നമ്മൾ പൊടിച്ചിടുന്നതെന്ന് കാണിച്ചായിരുന്നേ. അപ്പം ഇന്നലെ പൊടിച്ചിട്ടായിരുന്നു. ഇന്നത് ഞാൻ അതിന്റെ റിസൾട്ട് കാണിക്കാന്ന് ഓർത്താണ്. ഇപ്പൊ വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ ശരിക്കും കാണിക്കായിരുന്നു. ഇത് കണ്ടോ, ഇതിനകത്തെല്ലാം ദേ ഈ കിടക്കുന്നത് ഒച്ചാണ്. ഈ കിടക്കുന്നത് ഇത് കണ്ടോ, ഇതിങ്ങനെ വന്ന് നമ്മള് കാണാവോ, കണ്ടോ, ഇതെല്ലാം വന്ന് ഇങ്ങനെ കഴിച്ച് വേറെ 2-3 ഉണ്ടായിരുന്നു. പിന്നെ ദേ ഇതിനകത്തുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം വന്ന് ഇങ്ങനെ ചത്ത് അത് ഇങ്ങനെ ചത്തിട്ട് അതിങ്ങനെ ചുരുങ്ങി പോവുക ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചാണേ. അപ്പൊ അന്ന് ഞാൻ പെല്ലറ്റ് പൊടിച്ചിടുന്ന കാണിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പെല്ലറ്റ് പൊടിച്ചിടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ, മറ്റേ വെറുതെ വെക്കുന്നൊക്കെ. അപ്പൊ പൊടിച്ചിടുമ്പോൾ ഇതിപ്പോ രാത്രി വേണം നമ്മൾ അത് ചെയ്ത് വെക്കാനായിട്ട്. ചെയ്ത് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോൾ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം 3-4 ഒച്ച ഉണ്ടായിരുന്നു. പിന്നെ അത് വെയിൽ കൊള്ളുന്ന അനുസരിച്ച് ഇതിങ്ങനെ ചുരുങ്ങി പോകും. അതിനകത്ത് തന്നെ നമുക്ക് ചത്ത് കിടക്കുന്ന കാണാൻ പറ്റും. ഞാൻ അതിനകത്ത് ഒരെണ്ണത്തിന് 2-3 ഒക്കെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതുകൂടെ നിങ്ങൾ ചത്ത് കിടക്കുന്നതുകൊണ്ട് കാണിക്കാൻ നോർത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ പെല്ലറ്റ് ഏതാന്നൊക്കെ. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ദേ ഇതുപോലെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. കണ്ടോ, തക്കാളിയൊക്കെ മൂത്ത് തുടങ്ങി. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് കാന്താരി, ഇത് കണ്ടോ, നല്ല എരിവ് കേട്ടോ. ഒരെണ്ണത്തിന് ഇതാണ് ഹൈബ്രിഡ് കാന്താരി. കണ്ടോ, നല്ല നീളം കണ്ടോ, ഇത്രയും നീളമുണ്ട് ഇതിന്. പച്ചമുളകാണോന്ന് ചോദിച്ചാൽ പച്ചമുളകല്ല, പക്ഷെ നല്ല എരിവുണ്ട്. നമുക്ക് പച്ചമുളകായിട്ട് യൂസ് ചെയ്യാം, കാന്താരിയായിട്ട് യൂസ് ചെയ്യാം. അത് നിറച്ച് നമുക്ക് 2-3 ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഈ കോളിഫ്ലവർ ഒക്കെയാണ് ഒച്ച് പ്രധാനമായിട്ടും വരുന്ന ഒരു സാധനം. പിന്നെ മുളകേലും കയറുന്നുണ്ട്. ഇന്നലെ മുളകേലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുളക് തൈയൊക്കെ ഇത് കണ്ടോ, നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വിയറ്റ്നാം മെർലി കായ്ച്ചിട്ടുണ്ടേ. അപ്പം അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ വെച്ചിട്ട് ആദ്യമായിട്ട് കായ്ക്കുന്നതാണേ. നമ്മൾ വെച്ചിട്ടിപ്പോൾ ഒരു 1.5 വർഷം ആവുന്നു. അപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ കായ ഉണ്ടായേക്കുന്നതാണേ. ഇത് കണ്ടോ, ഇതിൽ കാ പിടിക്കുന്നതും കാ പിടിക്കാത്തതും ഉണ്ട്. പിടിക്കുന്ന കായാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഇവിടുത്തെ നല്ല മുള്ള് പോലെ ഉണ്ട്. അതൊക്കെ പിടിക്കുന്ന കായാണ്. ഇതിന് പുറം നോക്കിയാൽ നമുക്കറിയാം, ഒരു മുള്ളു പോലെ വന്നിരിക്കും. ഇതും പിടിക്കുന്ന കായാണ്. ഇവത്തേലും ഒരു മുള്ളു പോലെ വന്നിരിക്കും. പിടിക്കാത്ത കായാണെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പരന്നിരിക്കും. അത് ഉണ്ടായിരുന്നു കേട്ടോ, ഈ കമ്പലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊഴിഞ്ഞു പോയതാ കേട്ടോ. അത് തന്നെ കൊഴിഞ്ഞു. അതൊന്നും പിടിക്കുമല്ലോ. പക്ഷെ ഈ 2 കായും പിടിക്കുന്നതാണ്. പിന്നെ ഇനി വരാനിരിക്കുന്നതും ഇതുമൊക്കെ നമുക്ക് വിരിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. എന്നാണേലും ചക്ക 1, 2, 3 അടിയിലൊക്കെ ചക്ക പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിയറ്റ്നാം മെർലി അങ്ങനെ കായ്ച്ചു. പിന്നെ നമ്മുടെ ഇതിന്റെ ഞാൻ എന്നും പറിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കേ. ഇത് നമ്മുടെ മുള്ളാത്ത കണ്ടോ, ഇത് തീരെ ചെറുതാ കേട്ടോ, ഒട്ടും ആയിട്ടില്ല. ഇത് വലിയ വലിപ്പത്തിലെത്തും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ കിടക്കുമ്പോൾ ഈ ഇലയുടെ കളറുമായിട്ട് നമുക്കിത് കാണാൻ പറ്റില്ല. പലപ്പോഴും അത് മൂത്ത് പഴുത്ത് കഴിയുമ്പോഴായിരിക്കും കാണാറ്. ചിലപ്പോൾ പഴുത്ത് താഴെ വീഴുമ്പോഴായിരിക്കും കാണുന്നത്. അതിന്റെ ഞാൻ പറിക്കുന്നതിന്റെ എന്നും വിചാരിക്കും വീഡിയോ, ഞാൻ പിന്നെ വിട്ടുപോകും. ഇത് നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് ഒരാൾ ഇത് കഴിക്കാൻ തന്നു. നമ്മൾ വെറുതെ അതിന്റെ കുരു എടുത്തൊരു ചാക്കിനകത്തിട്ട് മുളപ്പിച്ച് നമ്മൾ വെച്ചതാണ്. അപ്പം അന്ന് അവിടുന്ന് തന്നെ ആ ചാക്കിനകത്തിരുന്ന് ഈ ഹൈറ്റ് എത്തിയായിരുന്നു. നമ്മളത് പിന്നെ ഇവിടെ കൊണ്ട് വെച്ചു. ഇപ്പൊ ഇത് കായ്ച്ചു തുടങ്ങി. കായ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി കേട്ടോ, 5-6 മാസത്തിന് മേളിലായി കായ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാനത് ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഒച്ചിന്റെ കാര്യമാണ് മെയിനായിട്ട് പറയാൻ വന്നത്. ഓക്കെ, ബൈ.